നമുക്ക് നല്ലൊരു KFC ചിക്കൻ ഉണ്ടാക്കിയാലോ, നല്ല ടേസ്റ്റും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സ്ട്രക്ചറിൽ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു കപ്പ് തൈര് എടുക്കുക. അത് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സിയിൽ വെള്ളം കൂട്ടി അടിച്ച് ഇതുപോലെ ലൂസ് ബാറ്ററാക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. പിന്നീട് റെഡ് ചില്ലി പൗഡറും ഇട്ട് കൊടുത്ത് അതും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പ്ലെയിൻ ഫ്ലോർ ഇട്ട് കൊടുക്കുക. മൈദ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി അത് നന്നായിട്ട് ആ ബാറ്ററിൽ നന്നായിട്ട് മുക്കി വെക്കുക. ഓവർനൈറ്റ് നമുക്ക് വെക്കണം ഫ്രിഡ്ജിൻ്റെ അകത്ത്. അതിനുശേഷം ഓവർനൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പം വേറൊരു ബൗളിൻ്റെ അകത്ത് ഒരു ഫുൾ മൈദ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ, എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടെ റെഡ് ചില്ലി ഫ്ലേക്സ് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് നന്നായിട്ട് നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വെക്കുക. അത് നമ്മൾ ഈ മൈദയുടെ ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് തിരിച്ച് മറിച്ചെടുക്കുക. പിന്നീട് മറ്റൊരു ബൗളിൻ്റെ അകത്ത് ഞാൻ നന്നായിട്ട് ഐസ് വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല ഐസ് വെള്ളം വേണം കേട്ടോ. ഈ ഐസ് വെള്ളത്തിൻ്റെ അകത്ത് മുക്കി പിന്നീട് നമ്മൾ ഒന്നും കൂടെ മൈദ ബാറ്ററിൻ്റെ അകത്ത് മുക്കിയതിന് ശേഷമാണ് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് KFC ചിക്കൻ്റെ സ്ട്രക്ചറിൽ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ മൈദയിൽ ആദ്യം മുക്കും. പിന്നീട് നമുക്ക് ഈ ബാറ്ററി തന്നെ ഒന്നും കൂടെ മുക്കിയതിന് ശേഷം നമ്മൾ ഐസ് വാട്ടറിൽ മുക്കി പിന്നീട് ഒന്നും കൂടെ മൈദയിലേക്ക് മുക്കി ഒന്ന് പതുക്കെ കൈ കൊണ്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എണ്ണയിലേക്ക് കണ്ടോ. അന്നേരം നന്നായിട്ട് വരും. അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേരൊക്കെ ഒത്തിരി ഇഷ്ടം. KFC ഒന്ന് വാങ്ങിച്ച് പൈസ കളയണ്ട കേട്ടോ. കണ്ടോ നല്ല ടേസ്റ്റിൽ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്